ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഞെട്ടിക്കാനായിട്ട് ഒരു സർപ്രൈസ് ഒരുക്കാറില്ലേ, അതുപോലെ ഞങ്ങളെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വാ വിഷ്ണുവേട്ടാ. ഒന്നുകിൽ അച്ഛനെയും അമ്മയും കുറിച്ച് അവൻ എന്തെങ്കിലും ഒരു വിചാരം വേണം. താൻ ഇങ്ങനെ മാറി നിന്ന അവർക്ക് ആരുമില്ല. തന്നെ ആശ്രയിച്ച് അവര് കഴിയുന്നത്. തന്നെ കണ്ടിട്ടില്ലെങ്കിൽ അവരൊരുപാട് സങ്കടപ്പെടും. ഇതൊന്നുമില്ലാതെ തന്നിഷ്ടത്തിന് നടക്കുന്ന ഒരു മകനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ എന്നെ കിട്ടില്ല ശാരദാമ്മ. അവനെ വരുമ്പോ വരട്ടെ, അവന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. സാറേ, എത്ര? 100. ആ ശരി. പിടിക്കണ്ടടോ, ഞാൻ തന്നെ നടന്നോളാം. അല്ല, ശാലിനി വിഷുവിനെ കൊണ്ടുവരുമല്ലേ? കൊണ്ടുവരും സാറേ. അങ്ങനെ പറഞ്ഞല്ലേ നമ്മളെ ഓട്ടോയിൽ കയറ്റി വിട്ടത്. കണ്ടില്ലേ, അന്വേഷിച്ച് നാട് മുഴുവൻ ഓടിയിട്ട് വരുന്ന വഴിയാ. ആ പിള്ളയുടെ ഒരു പാട്. സാറേ, വിഷ്ണു വരും കേട്ടോ, ഇപ്പൊ വരും. പിള്ളേ എവിടുന്നാ കിട്ടിയേ? ഒന്നും പറയേണ്ട സത്യാമേ, പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയിട്ടുള്ള വരവാ. ഒടുവിൽ സ്റ്റേഷനിൽ നിന്ന് പോരാനായിട്ട് ശാലിനി കുഞ്ഞ് വരേണ്ടി വന്നു. ഭാമേ, ഇന്നേ നമ്മുടെ മോൻ വരും. വിഷ്ണുവേ, അവനെന്ന് വരും. ശാലിനി ഇന്ന് അവനെ കൊണ്ട് ഈ വീട്ടിലോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. നോക്കിയിരുന്നാ മതി, അവന്റെ കാര്യല്ലേ. ഇതുവരെ കാണിക്കാത്ത സ്നേഹം ഇനി അവൻ കാണിക്കുമെന്നോ? തീ തീറ്റിക്കല്ലായിരുന്നു ഇത്രയും നാളും. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. എന്തിനായിരുന്നു ഈ ഒളിച്ചുകളിന്ന് ചോദിച്ചു പറയിച്ചിട്ടെ ഞാൻ അവനെ ഇതിനകത്തോട്ട് കയറ്റു. ശാരദാമ്മ കേൾക്കണം. ആ എടിയമില്ലേ കളക്ടറേറ്റിലെ ആ ഉദ്യോഗസ്ഥൻ, വിഷ്ണു വന്നു കഴിയുമ്പോഴേ ആദ്യം തല്ലുന്നത് അവനായിരിക്കും. അവനൊറ്റ ഒരുത്തനാ ഇന്ന് എന്നെ സ്റ്റേഷനിൽ കയറ്റിയത്. രാഘവേട്ട, ആദ്യം വിഷ്ണു ഒന്നിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് തല്ലും വഴക്കും ഒക്കെ നമുക്ക് സാവകാശം ആലോചിക്കാം. അതുപോരാ, ഇന്നെന്നെ പിടിച്ച പോലീസുകാരനിട്ടും 2 എണ്ണം കൊടുപ്പിക്കണം. എന്തായിരുന്നു പിള്ളേ ഇന്ന് കളക്ടറേറ്റിൽ നടന്നത്? ഇനി അവിടെ നടക്കാത്തതായിട്ട് ഒന്നുമില്ല സത്യാമേ. അത്രയും ബഹളമാ അവിടെ നടന്നത്. കൂടുതലും അവരൊക്കെ തന്നെ ഉണ്ടാക്കി രാഘവൻ സാറിനെ അതിൽ മനഃപൂർവ്വം പെടുത്തിയതാ. അങ്ങനെയാ അറിയാൻ കഴിഞ്ഞത്. ബോധമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുമ്പോ ആർക്കും എന്ത് വേണമെങ്കിലും ആരോപിക്കാമല്ലോ. പിന്നെ വിഷ്ണുവിനെ കാണണ്ടേ? ദേ രാഘവേട്ട, അവൻ വരുമ്പോ വരട്ടെ. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതുപോലെ പുറത്തേക്കെങ്ങും പോകാതെ ഇവിടെ എവിടെയെങ്കിലും ഒന്നും ഇരുന്നൂടെ? അല്ല, അപ്പം ഞാൻ നമ്മുടെ വിഷ്ണുവിനെ എങ്ങനെ കാണുന്നേ? അവനെനിക്ക് കാണണം. എനിക്കവനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല. എന്റെ മോനവൻ. പിന്നെ ഞാനിപ്പോ അങ്ങനെ അവനെ തിരക്കിടുന്നുണ്ടല്ലേ ശാലിനി വിഷ്ണുവിനെ കൂട്ടിവരാന്ന് പറഞ്ഞേ. പിള്ളേ, അവൻ വന്നു കഴിയുമ്പോഴേ ചാടിക്കേറി ഇതൊന്നും പറയുന്നു വേണ്ട. അല്ല, പിന്നെ അവരെന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാലേ അവന് സഹിക്കില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. നമുക്കേ സാവധാനം പറഞ്ഞാ മതി കേട്ടോ. ശരി സാറേ, നമുക്കിനി കുറച്ച് സമയം വിശ്രമിക്കാം. എന്നിട്ട് വിഷ്ണുക്കുറ്റി വരുമ്പോ എങ്ങനെയൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്യാം. വാ സാറേ. എന്നാ കുറച്ച് കിടക്കാല്ലേ? സാർ എഴുന്നേക്ക്. അത് തന്നെ. ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴേ വിഷ്ണു വരും. അവൻ വരും. അവൻ വന്നിട്ട് വേണം 4 വർത്താനം പറയാനായിട്ട്. കൊച്ചു കുട്ടിയാണോ വിചാരം? കണ്ടില്ലേ, വിഷ്ണുവിനെ കുറിച്ചുള്ള വേവലാതിയിൽ മനസ്സ് തകർന്ന് നടക്കുക. ആ
മനുഷ്യനോട് നമുക്ക് എങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നുക? വിഷ്ണുവിനെ തിരക്കി കളക്ടറേറ്റ് വരെ പോയി. ഇനി എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന് ശാലിനി വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്റെ ഭഗവാനെ, എങ്ങനെയാ ഞങ്ങളുടെ ഈ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാവുന്നത്? അവനിത് എവിടെയാ? വിഷ്ണുവേട്ടാ, നമ്മുടെ കുട്ടികളെന്ന് ബീച്ചിൽ ഒറ്റയ്ക്ക് കളിക്കുക. ഇങ്ങനെ അവരെ കൊണ്ടുവന്നിട്ട് വിഷ്ണുവേട്ടൻ എന്തെങ്കിലും അവരെ ഒറ്റയ്ക്ക് കളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇന്ന് നമ്മുടെ മക്കള് ഒരു പരാതിയും പറയാതെ അവരെ പരസ്പരം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് കളിക്കുക. അവർക്കറിയാം അവരുടെ അച്ഛൻ ആർക്കൊക്കെയോ വേണ്ടി കഷ്ടപ്പെടാനോ സഹായിക്കാനോ ഒക്കെ പോയിരിക്കുകയാണെന്നും. എന്തായാലും അച്ഛന്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാവുന്ന മക്കളായതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളെ ബീച്ചിലെത്തിയ വിഷ്ണുവേട്ടനും ബീച്ചിൽ വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. ഞാൻ ആ പ്രതീക്ഷയിലൊക്കെ കേട്ടോ വന്നിരിക്കുന്നു. എന്നും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഞെട്ടിക്കാനായിട്ട് ഒരു സർപ്രൈസ് ഒരുക്കാറില്ലേ? അതുപോലെ ഞങ്ങളെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വാ വിഷ്ണുവേട്ടാ. ഇനി നമ്മൾ തമ്മിൽ കാണില്ല, ഒരിക്കലും കാണില്ല. അതെ, അധികം അങ്ങോട്ട് ഇറങ്ങണ്ട.